സ്ക്വയർ കൂട്ടക്കൊലയുടെ 30-ാം വാർഷികം നാളെ. കൂട്ടക്കൊലയുടെ ഓർമ്മ പുതുക്കാൻ ചൈനയ്ക്കകത്തും പുറത്തും ഏകദിന നിരാഹാരം നടത്താനാണ് പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളുടെ തീരുമാനം. എന്നാൽ കൂട്ടക്കൊലയെ അനുസ്മരിപ്പിക്കുന്ന ഒരു പരിപാടിയും സംഘടിപ്പിക്കരുതെന്നാണ് ഭരണകൂടത്തിന്റെ നിർദ്ദേശം. ചൈനയിലെ പുതുതലമുറ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് കേട്ടിട്ടേയില്ല. ടിയാനൻമെൻ സ്ക്വയറിൽ 1989 ജൂൺ 4 നടന്ന ഈ പ്രക്ഷോഭത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു പൊതുപരിപാടിയും ചൈനയിൽ അനുവദനീയമല്ല. അന്നത്തെ പ്രക്ഷോഭകാരികളിൽ ശേഷിക്കുന്നവർ നിരീക്ഷണത്തിലാണ്. മാറ്റിവെച്ച മരണശിക്ഷയും 17-14 വർഷത്തെ കഠിന തടവും കഴിഞ്ഞിറങ്ങിയവരും സ്വന്തം മക്കളോട് പോലും ഈ സമരത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. സ്വന്തം സുരക്ഷയോർത്ത് ഒക്കെ മറക്കാനും വീട്ടിൽ ഒതുങ്ങിക്കൂടാനുമാണ് വീട്ടുകാർ പോലും പറയുന്നത്. ചൈനയുടെ ചരിത്രപാഠങ്ങളിൽ ഇങ്ങനെയൊരു ഏടില്ല. ഒരു ടി വിയിലും ഇത് വിവരിക്കില്ല. ഒരു സ്മാരകവും ഇല്ല. ഈ ദിനാചരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വരാതിരിക്കാൻ ഇൻ്റർനെറ്റിനു മേൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. സാമൂഹ്യ മാധ്യമത്തിൽ ഇത് തടയാൻ വലിയ നിരീക്ഷക സംഘങ്ങളുണ്ട്. അന്നത്തെ പ്രക്ഷോഭകരിൽ ശേഷിക്കുന്നവർ നിശബ്ദരാക്കപ്പെട്ടിരിക്കുന്നു. അവരും മറക്കാൻ പഠിക്കുന്നു. ചങ്ങൻ അവന്യൂവിലും ടിയാനൻമെൻ സ്ക്വയറിലും ജൂൺ 4 പ്രക്ഷോഭത്തിൽ ചൈനീസ് പട്ടാള ടാങ്കുകൾ ഇരച്ചുകയറി കൊലപ്പെടുത്തിയവരുടെ എണ്ണം നൂറുകണക്കിനോ ആയിരങ്ങളോ ആണ്. 400 നഗരങ്ങളിൽ സമരം കൊടുമ്പിരിക്കൊണ്ടു. ടിയാനൻമെനിൽ 10 ലക്ഷം വിദ്യാർത്ഥികൾ ദിവസങ്ങളോളം നിരാഹാരമിരുന്നു. 3 ലക്ഷം ചൈനീസ് പട്ടാളം അന്ന് പുലർച്ചെ അവർക്ക് നേരെ ടാങ്കുകൾ ഉരുട്ടി. വിദ്യാർത്ഥികളും കാഴ്ചക്കാരായിരുന്നവരും കൊല്ലപ്പെട്ടു. കൂട്ടക്കൊലയുടെ പിറ്റേന്ന് ടാങ്കുകൾ ഉരുളുമ്പോൾ ഒരു ചൈനക്കാരൻ ടാങ്കിന് മുന്നിലേക്ക് നിർഭയം നീങ്ങുന്ന ദൃശ്യം പിന്നീട് ടാങ്ക് മനുഷ്യൻ എന്ന പേരിൽ മാധ്യമചരിത്രത്തിലും ലോകമെങ്ങും പ്രസിദ്ധമായി. പക്ഷേ ചൈനീസ് ജനതയ്ക്ക് ഇതേക്കുറിച്ച് അറിയില്ല. അവരിൽ നിന്നത് മൂടിവച്ചിരിക്കുന്നു. വീട്ടിൽ നിരാഹാരമിരുന്നാൽ അധികൃതർ അറിയില്ലെന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിശബ്ദ സമരം. ചൈനയുടെ ഏകാധിപത്യ ഭരണത്തിന് നേരെയുണ്ടായ എക്കാലത്തെയും വലിയ വെല്ലുവിളി ഇപ്പോൾ നിലവിലില്ല. ഉള്ളത് നിശബ്ദത മാത്രം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.